എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ലാത്രിയ, ദൂലിയ, ഹൈപ്പർദൂലിയ. മാതാവ് ഈശോയോട് ചോദിച്ചിട്ടല്ല ഇവരോട് പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്, എൻ്റെ കർത്താവ് നല്ലതേ ചെയ്യത്തുള്ളൂ. സഹനങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് അച്ഛാ. തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആതിര നമുക്കൊക്കെ ഒരു 100 തവണ ആത്മഹത്യ ചെയ്യാനുള്ള റീസൺസ് ഇല്ല. നിങ്ങൾ എന്തിനാണ് മാതാവിന് ഇത്ര റെലവൻസ് കൊടുക്കുന്നത്? നിങ്ങൾ ഈശോയെ മാത്രം സ്നേഹിച്ചാൽ പോരെ? ഹായ് എവ്രി വൺ, എല്ലാവർക്കും പ്രീസ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. പരിശുദ്ധ അമ്മേനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നത്. എനിക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ളതും എൻ്റെ അമ്മയോടാണ്. എനിക്കറിയാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോട് ചോദിച്ചാലും, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരോട് ചോദിച്ചാലും, അമ്മമാരോടുള്ള ഇഷ്ടം നമുക്ക് എന്നും ഭയങ്കര ഇങ്ങനെ പ്രിയപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റും കുറേ പേർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഈശോയോടാണോ അമ്മയോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പോലും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ ചിലപ്പം ചിലർക്കൊക്കെ പാടായിരിക്കും അല്ലേ. ഇന്ന് നമുക്ക് നമ്മുടെ അമ്മയെ പറ്റി കുറച്ച് സംസാരിക്കാം. നമ്മുടെ കൂടെ ജിൻസച്ചനുണ്ട്. അച്ഛാ, വെൽക്കം ബാക്ക് ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. പരിശുദ്ധ അമ്മയെ പറ്റി പറയുമ്പോഴേ നമ്മളോട് തിരുസഭ പറയുന്നത് പരിശുദ്ധ അമ്മയെ വണങ്ങണം, ഈശോയെ ആരാധിക്കണം എന്ന്. പക്ഷേ ഞാൻ മാതാവിൻ്റെ പേരുകാരിയാണ്. എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും മാതാവിനോടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളൊക്കെ ആദ്യം പറയാൻ തോന്നുന്നത് മാതാവിനോടാണ്. ചിലപ്പോൾ ഒക്കെ ഈശോയെക്കാളും അങ്ങ് മാതാവിനെ സ്നേഹിച്ചു പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വണക്കവും ആരാധനയും തമ്മിൽ ഒരു ഭയങ്കരമായ വ്യത്യാസം നമുക്കുണ്ടോ ശരിക്കും? എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഇത് രണ്ടും ഒന്നുപോലെയല്ലേ ഫീൽ ചെയ്യാറ്? പിന്നെ നമുക്കിന്നൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമ്പം സ്വർഗം മുഴുവൻ നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നു. അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ ഒരു വലിയ വലിയ ബോധ്യത്തിൽ തന്നെ നമുക്കായിരിക്കാം. പരിശുദ്ധ അമ്മയെ ഇപ്പം അതിൽ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് പരിശുദ്ധ അമ്മയായിട്ടുണ്ട്. ഈശോ അതിൽ സങ്കടപ്പെടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഒന്ന് അമ്മയോട് പറയുന്നത് എന്തുകൊണ്ടും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. കാര്യം നമുക്കിങ്ങനെ പാട്ടിനകത്തൊക്കെ പറയുന്നതല്ലേ, അമ്മയിലൂടെ ഈശോയിലേക്ക്, മാതാവിനോട് പറഞ്ഞാൽ മാതാവാക്കാർ ഈശോയോട് പറയുമ്പം ഏറ്റവും കൂടുതൽ അങ്ങനെ കേട്ട് പരിചയമുള്ള ആ ഒരു കാര്യം അത് തന്നെയാണല്ലോ. ഒത്തിരി കേട്ടല്ലേ കാനായിലെ കല്യാണം വരുന്നത്. അവരാ പ്രശ്നം ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കായിരുന്നു അല്ലേ, ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളത്. പക്ഷെ അവർ എന്തോ മാതാവ് അത് അറിഞ്ഞു എന്നുള്ളതാണ്. അവരിപ്പോൾ പോയി പറഞ്ഞില്ലെങ്കിലും അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് മറിയം അറിഞ്ഞു. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഈ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരിക്കും. ഇവൻ ഓക്കെ അല്ല, ഇവളോക്കെ അല്ല, ഇവന് എന്തോ ആവശ്യമുണ്ട്, ഇവർക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ അറിയാവുന്ന മാതാവ് ഈശോയോട് സംസാരിക്കും. നമുക്ക് പോയിട്ട് മാതാവിനോട് പറയുകയും ചെയ്യാം. അങ്ങനെ ഒരു അമ്മയുടെ അറ്റാച്ച്മെൻറ്റ് പരിശുദ്ധ അമ്മയോട് തന്നെ നമുക്കുള്ളത് നല്ലതാണ്. ഈശോയുമായിട്ട് കൂടുതൽ അടുക്കാനേ മാതാവ് തന്നെ നമ്മളെ പിടിച്ച് അടുപ്പിച്ചോളും. അതിൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൽ. പിന്നെ ഈ വണക്കം ആരാധനയൊക്കെ നമ്മളിതിനെക്കുറിച്ചുള്ള ഒത്തിരി പഠനങ്ങളും ഒക്കെ സഭ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളതൊക്കെ എടുത്ത് കൃത്യമായിട്ട് വായിക്കുകയും കൃത്യമായ മതബോധനം നമുക്ക് ലഭിക്കുകയും ചെയ്താൽ ആ കൺഫ്യൂഷൻ കൃത്യമായിട്ട് ഒഴിവാകും. പക്ഷേ ചില സമയത്ത് നമ്മളിങ്ങനെ എത്ര പറഞ്ഞാലും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പ്രഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ ഇപ്പം ഒരു പള്ളി കുർബാന നടക്കുന്നു, ഇല്ലെങ്കിൽ നടുക്ക് അരളിക്ക എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു, ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചിലപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കേണ്ട മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് നിൽക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ രണ്ട് വ്യത്യാസമായ കാര്യം, ഒന്ന് ആരാധന, രണ്ട് വണക്കം. അതിൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ളൊരു വ്യത്യാസത്തിൽ തന്നെ കാര്യങ്ങൾ പിടികിട്ടണം. ഒപ്പം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. ഈ ലാത്രിയ, ദൂലിയ, ഹൈപ്പർദൂലിയ 3 ലാറ്റിൻ പ്രയോഗങ്ങളാണ്. അപ്പോൾ ലാത്രിയ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവൽ ഓഫ് അഡോറേഷനാണ്. അത് കൊടുക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ കൺസെപ്റ്റ്, സഭയുടെ കൺസെപ്റ്റിൽ അത് കൊടുക്കുന്നത് ഓൺലി ടു ഗോഡ്, ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ആ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ പറയുക ലാത്രിയ, ആരാധന. കൃത്യമായ രീതിയിൽ ആരാധന എന്നുള്ളൊരു കൺസെപ്റ്റ്. മറ്റൊന്നാണ് ദൂലിയ, ബഹുമാനം. ഓക്കെ, അത് ദൈവത്തിന് കൊടുക്കുന്ന ഒന്നല്ല. ഇപ്പം ഞാൻ ആതിരയെ ബഹുമാനിക്കുന്നു, ആതിര എന്നെ ബഹുമാനിക്കുന്നു, നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുന്നു. ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ദൂലിയ. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കൺസെപ്റ്റാണ് പറയുന്നത് ഹൈപ്പർ ദൂലിയ. ആ വാക്ക് കേൾക്കുമ്പോഴേ ഹൈപ്പർ സംതിങ് എക്സ്ട്രാ, ദൂലിയായല്ല ലാത്രിയല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ തിയോളജിക്കൽ കൺസെപ്റ്റ് ഇങ്ങനെയാണ്.
മാതാവിന് കൊടുക്കുന്ന അങ്ങനെയാണ്. ദൈവത്തിനുള്ള ആരാധന, വണക്കം ഇല്ലെങ്കിൽ ബഹുമാനം അല്ല. സാധാ മനുഷ്യർക്ക് കൊടുക്കുന്ന ആരാധനയോ വണക്കമോ സ്നേഹമോ അല്ല. അതിന് മുകളിൽ എന്തോ ഒന്ന്. മലയാളത്തിൽ ഇപ്പോൾ തത്തുല്യമായിട്ടൊരു പദം കണ്ടുപിടിക്കണമെങ്കിൽ നല്ലൊരു വാക്ക് വണക്കം എന്ന് തന്നെയാണ്. അപ്പം അതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുകയാണ് ഇവർ മാതാവിനെ ആരാധിക്കുകയാണോ. നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കാനില്ല. നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മൾ മാതാവിനെ ആരാധിക്കുക അല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. ഒരു ഇഷ്ടക്കൂടൽ ചിലപ്പം മിക്കവാറും നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. അത് ബേസിക്കലി അമ്മയോടുള്ള, പെറ്റമ്മയോടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് മാതാവിനോട് ഇത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. തെറ്റില്ല, ഈശോയിലേക്ക് എത്തിക്കണം. ഈശോയിലേക്ക് എത്തുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയോ ആവശ്യപ്പെടുന്നത്. കാനായിലെ കല്യാണം വരുന്നത് കൺക്ലൂഡ് ചെയ്യുമ്പം മറിയം അവസാനമായിട്ട് സംസാരിച്ച സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ ഇതാണ്: അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഞാൻ പറയുന്ന പോലെ എന്നല്ല, വെള്ളം ഒഴുക്കി വീഞ്ഞാകും എന്നല്ല, അവൻ പറയുന്ന പോലെ ചെയ്യുക. അപ്പം മാതാവിനോടുള്ള ആ വണക്കവും സ്നേഹവും ഭക്തിയും കൂട്ടുമൊക്കെ എത്തേണ്ടത് തീർച്ചയായിട്ടും പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മാതാവിൻ്റെ മടിയിലൂടെ ഈശോയിലേക്ക് എത്തുക. കാനയിലെ കാര്യം കോട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. മാതാവിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് ഈശോയോട് ചോദിച്ചിട്ടല്ല ഇവരോട് പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുന്നു. ഇനീഷ്യേറ്റീവ് എടുത്തു. രണ്ട്, അതിനകത്തൊരു ഒപ്റ്റിമിസം ഉണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്താൽ നടക്കും എന്ന് ഉള്ളൊരു ഒപ്റ്റിമിസം മാതാവിനുണ്ടായിരുന്നു. നമ്മൾ മാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ പലപ്പോഴും ഈ ഒപ്റ്റിമിസം ഇല്ലാതെയാണല്ലോ നമ്മൾ ചെല്ലുന്നത്. മാതാവ് നമുക്കൊരു മാതൃകയാവേണ്ട ആളല്ലേ. ഇപ്പോൾ ഈ വണക്കം ആരാധനയുടെ കാര്യം പറയുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ വെച്ചാൽ, ഒബ്വിയസ്ലി ആ ബോർഡർ ലൈൻ എന്ന് നമുക്ക് പറയാം. ഇതിനൊരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ. നമ്മുടെ ആരാധന എവിടെ വരെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വണക്കം ഏത് ലെവലിൽ വരെ നിൽക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ ആൾക്ക് എനിക്കതിനെപ്പറ്റി ആ ബോർഡർ ലൈൻ നിശ്ചയിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ ടോട്ടലി എടുക്കുക. മാതാവിനോട് എന്നുള്ള പ്രാർത്ഥന ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഓർമ്മയുള്ള രണ്ടെണ്ണമായിരിക്കും. ഒന്ന് നിത്യസായ മാതാവിനോടുള്ള നൊവേന, ഇപ്പോൾ കൂടുതൽ ആളുകൾ ചെല്ലുന്ന ഒരു നൊവേന. രണ്ടല്ല കൂടുതലും ഉള്ളത് ജപമാല. ശരിക്കും പറഞ്ഞാൽ ബാക്കി ഒത്തിരി നൊവേനകൾ, പല സ്ഥലങ്ങൾ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമൊക്കെ ഓരോ സ്ഥലത്തും അതിൻ്റെ പ്രാർത്ഥനകളുടെ രീതികളുണ്ട്. പക്ഷേ സഭയുടെ നമുക്ക് പരിചയപ്പെട്ട സിസ്റ്റത്തിലെ പ്രാർത്ഥനാ രീതികൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ദൈവത്തോട് അഡ്രസ്സ് ചെയ്യുന്നതാണോ അതോ മാതാവിനോട് അഡ്രസ്സ് ചെയ്യുന്നതാണോ? ദൈവത്തോട് തന്നെയാണല്ലോ. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാന. അതിനകത്ത് എത്ര തവണയുണ്ട് മാതാവിനെ ഓർക്കുന്നേ? ഇത്രയും തവണയല്ലേ ഉള്ളൂ മാതാവിൻ്റെ പേരെടുത്ത് പറയുന്നത്. ശരിക്കും ഒരു സിംഹഭാഗം ആരാധനയും ശരിക്കുള്ള ആരാധന ആസച്ച് കൊടുക്കുന്ന ദൈവത്തിന് മാത്രമാണ്. ഇതിനിടയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു സ്പെഷ്യൽ പ്ലേസ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് മാതാവിനെ എടുത്തെടുത്ത് പറയുന്നു. ആകെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ മാതാവിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് ജപമാല. പക്ഷെ അവിടെ ഓർത്ത് നോക്കിയേ, ഈ രഹസ്യങ്ങൾ ആരുടേതാണ്? ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ടും ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ ദുഃഖങ്ങൾ, സഹനങ്ങൾ, ഈശോയുടെ തിരുവുദ്ധാനം, ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം. നല്ലൊരു എക്സാമ്പിളൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നി, നമ്മുടെ കയ്യിലുള്ള ജപമാല അതൊന്ന് എടുത്ത് കൈ ചുമ്മാ പിടിക്കുമ്പോഴേ 5 രഹസ്യങ്ങളുള്ള ഒരു ജപമാല എടുത്താൽ അതിൻ്റെ അറ്റത്ത് ഈ കുരിശ് ഹാങ് ചെയ്യണുണ്ട്. എവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്? ഇന്നിപ്പോൾ ജപമാല എല്ലിയാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ റൈറ്റ് സൈഡിൽ നിന്നാണോ തുടങ്ങുന്നത്? നമ്മൾ നോക്കില്ല. എനിക്കറിയാം ഇതൊരു മണ്ടത്തരമാണെന്നറിയാം, പക്ഷേ നമ്മളത് നോക്കില്ലല്ലോ. അറ്റ് ദി എൻഡ് എവിടെ ഇത് എത്തിച്ചേരുന്നത്? തുടങ്ങുന്നത് കുരിശയിലാണ്, എൻഡ് ചെയ്യുന്നതും കുരിശയിലാണ് അല്ലേ? 5 രഹസ്യങ്ങൾ ഇന്ന് എന്ത് ചെല്ലിയാലും തുടങ്ങുന്നത് ഈശോയിൽ, അവസാനിക്കുന്നതും ഈശോയിൽ. അങ്ങനെ ചിന്തിച്ചാൽ മതി. മാതാവിന് നമ്മളെ ബോർഡർ ലൈൻ ഇല്ല ഇതിനകത്ത്. പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളാണല്ലോ. നമുക്കറിയാലോ ആരാധന പോകുന്നില്ല, നമ്മൾ ആരും അത് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ മുമ്പേ ചോദിച്ച കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിൻ്റെ ഒരു വിശ്വാസം, ഇതൊരു നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊരു ബ്യൂട്ടിഫുൾ പോയിന്റാണ്. 2 കാര്യങ്ങളിലാണ്. ഒന്ന് പേഴ്സണലി നമ്മൾക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ വിശ്വാസത്തെ, ഇനിയിപ്പം സഭ പറഞ്ഞു തരുമ്പോൾ തന്നെ അറിയാം, വിശ്വാസികളുടെ ഒരു വലിയ മകുട ഉദാഹരണമായിട്ടൊരു എക്സംപ്ലറി ആളായിട്ട് തന്നെ മാതാവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ കാര്യം ഇത് ഈശോ നടത്തി തരും എന്നുള്ള കാനായിലെ കല്യാണ വിരുന്നിൽ വിശ്വാസമല്ല. അതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ ദാസിയാണ് ഞാൻ, നിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. ദാറ്റ് മീൻസ് ഹി വിൽ ഡു ദ ബെസ്റ്റ് തിങ്സ് ഫോർ മീ. മംഗളവാർത്തയുടെ എപ്പിസോഡിൽ ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലെ സങ്കടങ്ങളോ ചലഞ്ചസുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് ചോദിക്കും എങ്ങനെ സംഭവിക്കും, ഇല്ല ഇതിനി എന്ന് സംഭവിക്കും. അവിടെ ഒരു കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസമുണ്ട്. ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല, വി വോളണ്ടറിലി ബിക്കം ബ്ലൈൻഡ്. അറിഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്, എൻ്റെ കർത്താവ് നല്ലതേ ചെയ്യത്തുള്ളൂ, ഐ എം ഹിയർ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു
പെസിമിസം അല്ല, എന്തേലുമൊക്കെ ആയിക്കോട്ടെ കർത്താവേ എന്നല്ല, നിന്റെ ഇഷ്ടം നല്ലതാണ്, അത് നടക്കട്ടെ. കാനായിലെ കല്യാണം വരുന്നതിലും അതിൻ്റെ മറ്റൊരു എക്സ്പ്രഷനാണ് എന്നാ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അവൻ പറഞ്ഞത് നല്ലതായിരിക്കും, അവൻ പറഞ്ഞനുസരിച്ച് നല്ലതായിരിക്കും. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. ഒന്ന്, ഈശോ എനിക്ക് വേണ്ടി നല്ലതേ ചെയ്യുള്ളൂ. ഇപ്പം ചിലപ്പോൾ മേ ബി ഗോയിങ് ത്രൂ ഭയങ്കര ടർമോയിലായിരിക്കും, തീ പൊള്ളിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, പിടിച്ചു നിൽക്കാൻ പറ്റാതെ കാൽച്ചോട്ടിലെ അവസാനത്തെ മണൽത്തരി പോലെ ഒലിച്ചു പോകുന്ന സമയം, ഒരു പിടിവള്ളിയും കിട്ടാത്ത സമയമായിരിക്കും. ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ്, കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസം വേണം. നിന്റെ ദാസി, നിന്റെ ദാസൻ, നിന്റെ ഇഷ്ടം നടക്കട്ടെ, ആൻഡ് ആ പ്ലാൻ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് ഓപ്റ്റിമിസം. മാതാവ് അങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന് മുമ്പിലൊരു വെളിച്ചമായിട്ട് നിൽക്കുന്നേ. അച്ഛാ, മാതാവിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ, ഞാൻ ആസ് എ വിമൻ എന്ന് ഞാൻ പറയാം, 16 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും മാതാവ് കല്യാണം കഴിച്ചത്. 13 മുതലുള്ള പ്രായം. ഓക്കെ, വിച്ച് ഇസ് വെരി യങ് അല്ലേ അന്ന്. ഇന്നും അത് ഭയങ്കര യങ്, ഇന്ന് ടു യങ്. യെസ്. അപ്പോൾ ആ പ്രായത്തിൽ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു, പരിശുദ്ധാത്മാവ് ഗർഭിണിയാന്ന് പറയും, മാലാക വന്ന് പറയുന്നു. അത് ഉൾക്കൊള്ളാൻ തന്നെ എനിക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ പേടിയാവുക. 13 വയസ്സിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗർഭിണിയായി. ഒറ്റ വരിയിലാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഗർഭിണിയായ മറിയത്തോടൊപ്പം യോസേപ്പിതാവ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. അതൊരു ഭീകരമായ അന്തരീക്ഷ. ഇന്ന് നിറവേറുമായിട്ട് നമുക്കൊരു പക്ഷേ കാറ് കയറാൻ പാടാ, കാറിൽ യാത്ര ചെയ്യാൻ പാടാ, ഒരു കുഴി ചാടുമ്പോൾ നമുക്ക് പേടിയാ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാതാവ് തരണം ചെയ്ത കുറേ ഹേർഡിൽസ് ഉണ്ട്. അവിടം തൊട്ട് ഇങ്ങോട്ട് അവസാനം സ്വന്തം മകൻ കുരിശേ കിടന്ന് ഒരു ആക്സിഡന്റ് വന്ന് മക്കള് മരിക്കുന്നത് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ഭയങ്കര പെയിൻഫുൾ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കള് മരിക്കാന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെയുള്ളൊരു ഒരു സിനാരിയോ ഇന്ന് എൻ്റെ മകനെ കുരിശെ തറച്ചു കൊല്ലുന്നു, അതും ആൾക്കാർ വേദനിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വേദനിപ്പിച്ചു കൊല്ലുന്നു. മാതാവ് കടന്നു പോയിട്ടുള്ള സഹനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈശോയുടെ സഹനം ഇസ് വെരി മച്ച് ക്രൂഷ്യൽ. പക്ഷെ മാനസികമായിട്ട് മാതാവ് അനുഭവിച്ചു പോയിട്ടുള്ള സഹനം എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വലുതാണ്. ഈ സഹനങ്ങളൊക്കെ മാതാവിന് ഒരുപക്ഷെ അറിയുമായിരുന്നിരിക്കില്ലേ എനിക്ക് സഹനങ്ങൾ വരും. പക്ഷെ അന്നേരം ആ കോൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ മാതാവ് ചെയ്ത ഏറ്റവും വലിയ കറേജിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയും. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല. അങ്ങനെ എത്ര പേര് തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളൊരു ലോകത്ത് ജീവിക്കുമ്പോൾ സഹനങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് അച്ഛാ. എന്നുവെച്ചാൽ ഞാനിന്നൊരു സഹനം വരുമ്പം കൈവിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നു, ഡിപ്രഷൻ വരുന്നു, ആങ്സൈറ്റി വരുന്നു, ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഇവരെയൊക്കെ ആയിട്ട് മാതാവിനെയൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴേ എന്തുകൊണ്ടായിരിക്കും നമുക്കിന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ, കുറേ പേരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചാൽ പോലും നമുക്ക് അത്രയൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണില്ല. ഒന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഇപ്പോൾ 13 വയസ്സിൽ നിന്ന് മാത്രമല്ല 15, 18, 25 വയസ്സോ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരുടെ അടുത്ത് വന്നിട്ട് നീ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥയായി എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൻ്റെ അല്ല, ഈ 30 വയസ്സോ 40 വയസ്സിലോ പോലും സൊസൈറ്റി എന്നല്ല, പേഴ്സണലി അവർക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. മാതാവ് അക്സെപ്റ്റ് ചെയ്തില്ല. ഷി വാസ് വണ്ടറിങ്, അസ്വസ്ഥപ്പെട്ടു എന്ന് തന്നെയാണ് മലയാളം ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മുടെ പഴയ POC ബൈബിൾ അസ്വസ്ഥപ്പെട്ടു എന്ന് തന്നെയാണ്. ഇങ്ങനൊരു വാർത്ത കേട്ടാൽ നമ്മൾ അസ്വസ്ഥപ്പെടുക തന്നെ ചെയ്യും. അസ്വസ്ഥപ്പെടുക മാത്രമല്ല, ചോദ്യം ചെയ്തു ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത്. എല്ലാം പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി ഈ കുഞ്ഞു പെങ്കൊച്ചിനെന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ ഒരു ഡിവൈൻ ഗ്രേസ് ഉണ്ടായിന്ന് തന്നെ നമ്മൾ കാണും. അതുകൊണ്ടാണ് മാലാഖ വന്നിട്ട് ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് സ്വസ്തി പാടുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, ബാക്കി എന്നെ വരാൻ പോകുന്നത് ഒരു പിടിയില്ല. ബട്ട് സ്റ്റിൽ ഐ സേ യെസ്, ദൈവം എനിക്ക് വേണ്ടി നല്ലതേ ഒരുക്കിയിട്ടുള്ളൂ എന്ന് പറയണമെങ്കിൽ അസാമാന്യമായ ഒരു കൃപ വേണം ഇത് വിശ്വസിക്കാൻ. അങ്ങനെ ഒരു കൃപ മാതാവിനുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഒരു ഒറ്റ വാക്കിലൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ
അത്രയും വലിയൊരു കൃപ ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത്. ആ ഗ്രേസിന് വേണ്ടി നമുക്ക് ചോദിക്കാം. പൗലോസ്ലിയൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. പൗലോസ്ലിയ പറഞ്ഞു, കർത്താവ് ഇത് മാറ്റിത്താ അത് മാറ്റിത്താ എന്നൊക്കെ പറഞ്ഞു. കർത്താവിൻ്റെ സ്വരം തിരിച്ചു പറയുന്നതാണ്, നിനക്ക് എൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് എനഫ്. എന്തിന്? ഈ പ്രശ്നം മാറാനല്ല, ഇതിനൊന്ന് ഓവർകം ചെയ്യാനുള്ളത്. ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അതാണ്. ഇപ്പം ഈ സഹനം ഇല്ലാത്തൊരു ലൈഫ് എന്തായാലും ഇല്ല. ദ മൊമെൻറ്റ് യു ആർ ബോൺ, ആ സമയം മുതൽ സഹനത്തിൻ്റെ ഒരു ഘോഷയാത്ര അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ആ കരച്ചിൽ മുതൽ, ഭൂമിയിൽ കാല് ആദ്യം തൊടുന്ന സമയം മുതൽ അവസാനം ഒരച്ഛൻ വന്നിട്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിച്ച് പൊക്കോളാൻ പറയുന്ന സമയം വരെ സഹനം ഉണ്ടാവും. നമ്മുടെ പ്രശ്നം ഇതിനെ നമ്മൾ എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യുന്നു എന്നാണ് ശരിക്കും. അതെ, ഒന്ന് പിടിച്ചു നിൽക്കുകയും ഓവർകം ചെയ്യുന്നേ. നമ്മൾ പലതിനെയും പിടിച്ചു നിൽക്കുന്നുണ്ട്, അറിയാതെ തന്നെ. ഓരോ വേദനയും നമ്മളെ പിന്നെയും സ്ട്രോങ് ആക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ പോലെ ഇറ്റ് മെയ്ഡ് us വാട്ട് വി ആർ. ഈ പെയിൻസ് നമുക്ക് കിട്ടിയ പാമ്പറിങ്ങോ അപ്രീസിയേഷനോ ഒന്നും അല്ല. ഈ ചവിട്ടും തൊഴിയും തെറ്റിദ്ധാരണയും ഈ ഒറ്റുകൊടുക്കലും ഒറ്റപ്പെട്ടു പോയ സമയവും ഒക്കെ ഈ കരച്ചിലിൻ്റെ മൊമെൻ്റ് തന്നെയാണ് നമ്മളെ സ്ട്രോങ് ആക്കിയത്. സ്പിരിച്വലി തിങ്കിങ് പള്ളിയിൽ ഇരുന്നതൊന്നും അല്ല, നന്നായിട്ട് പൊള്ളിയത് തന്നെയാണ് നമ്മളെ നല്ല വിശ്വാസികളാക്കിയത്. എനിക്ക് തോന്നുന്നു കുറേയും കൂടെ ഈശോയിലേക്ക് അടുത്തത് ഇപ്പോഴും എന്നെ പൊതിഞ്ഞു പിടിക്കാൻ ഇങ്ങനെ ഒരു പൊന്നു തമ്പുരാൻ ഉണ്ടെന്ന് ഈ പൊള്ളലിനിടയ്ക്ക് മനസ്സിലാക്കും. മാതാവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ മംഗളവാർത്ത എന്ന് പറയുന്നതൊക്കെ ഒരു കുസൃതി പേരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വാട്ട് മംഗളം അല്ലേ? ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ, ക്രിസ്മസ് കേക്ക്, മംഗളവാർത്ത അടിപൊളി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ യാത്ര, ഗർഭിണിയായ ഒരവസ്ഥ, യാത്രകൾ, ഈജിപ്തിലേക്കുള്ള ഒരു സ്ഥലം മാറി, നമുക്കൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തു. അതിൻ്റെ കൂടെ എൻ്റെ ശിമയോൻ പറയുന്നു, വാള് കടക്കുമെന്ന്, എന്നാന്ന് പോലും പിടിയില്ല. ബട്ട് അതിനു വേണ്ടി ആ കൃപ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാകും. ബട്ട് ഷി വാസ് സാഡ്, ക്വസ്റ്റ്യൻ ചെയ്തു, സങ്കടപ്പെട്ടു. മാതാവ് മിണ്ടാണ്ടിരിക്കുമെന്നല്ല, 12-ാം വയസ്സിൽ കൊച്ചിനെ കാണാണ്ട് പോയപ്പോൾ ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ല, അന്വേഷിച്ചിറങ്ങി നമ്മളെപ്പോലെയൊക്കെ തന്നെ. 30-ാം വയസ്സിൽ ഈ ചെറുക്കനെക്കുറിച്ച് മോശം കേൾക്കുന്നു. ഈശോയുടെ ഈ ദൈവികതയെക്കുറിച്ചൊന്നും അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥിതിയൊക്കെയാണോ അമ്മയ്ക്കെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കൊച്ചിനെ കാണുന്നില്ല, കൊച്ച് മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ നടക്കുന്നു, 30 വയസ്സുള്ള ചെറുപ്പക്കാരെ. ഇപ്പം നമ്മുടെ അമ്മയപ്പ ഒക്കെ എന്നാ ചിന്തിക്കും? മാതാവ് അന്വേഷിച്ച് ചെന്നു, എവിടെയാണ്? പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ പോയി കയറി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ അവരോട് പറയുന്നുണ്ട് ഈശോ. പക്ഷേ അപ്പോഴും എന്തൊക്കെയോ നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞാൽ ഈശോ തറുതല പറയാണ്, ആരുടെ എൻ്റെ അപ്പനും അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ ആ അമ്മ എങ്ങനെ സഹിച്ചു? അല്ലെ, കുരിശിൻ്റെ വഴിയുടെ സഹനം മാത്രമല്ല, ഇനി അതിൻ്റെ എക്സ്ട്രീമാണ് ഈ കുരിശിൻ്റെ വഴിയൊക്കെ. മാതാവിൻ്റെ കുരിശിൻ്റെ വഴി, ഈശോയുടെ കുരിശിൻ്റെ വഴി മാത്രമല്ല, ഇതെല്ലാം നടക്കില്ലേ. നമ്മുടെ ഈ 4-ാമത്തെ സ്ഥലത്തിലാണ് വിങ്ങി പൊട്ടുന്ന 2 ഹൃദയവും കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുമൊക്കെ കാണുന്നത്. ദ ഹോൾ ജേണി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പെയിൻഫുള്ളായ 2 മൊമെൻറ്റ്. ഒന്ന്, ചിന്തിച്ചാൽ തന്നെ ചങ്കടിച്ചു പോകും, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അത്രയൊന്നേ. ഈശോയുടെ ദേഹത്തു നിന്ന് ഈ ചോരയും മാംസക്കട്ടയൊക്കെ വീണു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ പുറകെ നടക്കുന്ന മാതാവിൻ്റെ മനസ്സൊന്ന് ഓർത്ത് നോക്കിയാൽ, അറിയാണ്ട് പോലും ഇത്തേലൊന്ന് ചവിട്ടാതെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണെന്ന് ഓർക്കണം. കാഴ്ച കാണുന്ന വേറോനിക്കയോ കൂടെ നിൽക്കുന്ന മറ്റ് സ്ത്രീകളോ ഒന്നുമല്ല. ഇനി അതിൻ്റെ അങ്ങേയറ്റത്തെ മരണസമയത്ത് ഈശോ കുരിശേ കടന്നുകൊണ്ട് പറയുന്നതിൻ്റെ കുറേ കാര്യങ്ങളിൽ ഒരെണ്ണം, എനിക്ക് ദാഹിക്കുന്നു. വലിയ തിയോളജിയാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമൊക്കെ ആയിരിക്കാം. പെറ്റമ്മയ്ക്ക് ആ തിയോളജി മനസ്സിലാവില്ല. പെറ്റമ്മയ്ക്ക് മനസ്സിലാകുന്നത് മരണം കാത്തു കിടക്കുന്ന അവസാന ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ പെടാപ്പാട് പെടുന്ന എൻ്റെ കൊച്ചിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു വിഷമം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമ്മൾ അനുഭവിച്ചിട്ടില്ല, ഇത്രയും നമ്മൾ ചിന്തിക്കാറുമില്ല. അത്ര വിഷമം വന്നിട്ടില്ല നമുക്ക്. ശരിക്കും അങ്ങനെ വിഷമം വരുന്ന ഒരു മൊമെൻറ്റ്, ഇപ്പോൾ പേഴ്സണലി അതിലേക്ക് അങ്ങനെ ഒരു വിഷമം വരുന്ന മൊമെൻറ്റിൽ ഐ ടെൽ യു, മാതാവിനെ ഒന്ന് നോക്കണം. എൻ്റെ അമ്മ എങ്ങനെ ഇതിനെ പിടിച്ചു നിന്നു, അത് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പവർ കയറും. ആ അമ്മയോട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനെ ഒന്ന് അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു പൊതിഞ്ഞു പിടിക്കുന്നൊരു ഒരു സ്പേസ് തരും. പറഞ്ഞില്ലേ, ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളോ ഇല്ലെങ്കിൽ അതിനൊക്കെ ആത്മഹത്യയെക്കാട്ടും വലിയ വേദന, ഈ ഡിപ്രഷനിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ, മാതാവ് ശരിക്കും ഒരു ഡിപ്രസീവ് മൂവ്മെൻ്റ് അല്ലേ. ഈ 33 വയസ്സുള്ള ചെറുക്കനെ എടുത്ത് മടി കിടക്കാണ്, അനങ്ങാത്ത കൊച്ചിനെ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? മുമ്പേ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് പറ്റിയൊരു കുഞ്ഞിനെ, മരണം വേണ്ട, ആക്സിഡൻറ്റ് പറ്റിയൊരു കുഞ്ഞിനെ, നിങ്ങളുടെ കുഞ്ഞിനെ പോയി ആശുപത്രി കാണുന്ന ഒരു മൊമെൻ്റ് ഓർത്ത് നോക്കി. കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയൊക്കെ കണ്ടു. ലാസ്റ്റ് ഒരു ഡിപ്രഷനാണ് ഈ കല്ലറയിലൊക്കെ എടുത്ത് വെക്കുന്നത്. ഷീസ് ടോട്ടലി അലോൺ. യോഹന്നാനെ അമ്മ മകൻ എന്നൊക്കെ പറയുമ്പോഴും ഷീസ് ആഫ്റ്റർ ഓൾ എ മദർ. നമ്മളെപ്പോലെയൊക്കെ ചോരയും നീരുമുള്ള അച്ഛനെ പറഞ്ഞാല് നമ്മളെ പോലെയൊക്കെ അങ്ങനെ ഒരിക്കലും നമ്മൾ മാതാവിനെ റിലേറ്റ് ചെയ്യാറില്ല. ഒന്ന് റിലേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ബട്ട് ഒരു സ്പെഷ്യാലിറ്റി നിൽക്കുന്നത് ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. ഈ വിഷമമൊന്നും തൊടാത്ത ആളെന്നല്ല, ഈ വിഷമം എല്ലാം തൊട്ടിട്ടും അതിനെ അതിജീവിക്കാൻ ഒരു കൃപ കർത്താവ് സ്പെഷ്യലി കൊടുത്തു. നമ്മൾ ശരിക്കും ഈശോയോട് ചോദിക്കണം,
അമ്മയ്ക്ക് കൊടുത്ത പോലത്തെ ഒരു കൃപ ഈ പ്രശ്നത്തിൽ തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആതിര നമുക്കൊക്കെ ഒരു 100 തവണ ആത്മഹത്യ ചെയ്യാനുള്ള റീസൺസ് ഇല്ലേ? എണ്ണി നോക്കിയ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഒരു ഇൻവിസിബിൾ ഗ്രേസ് ഇങ്ങനെ നമ്മളെ എവിടെ നിന്നൊക്കെയോ നമ്മൾ ചോദിക്കാണ്ട് പോലും നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് അതിനെ ഒരു പോസിറ്റീവ് എനർജി എന്ന് കാണാം. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരാൾക്ക് ഈശോയുടെ സ്നേഹം എന്ന് വേണേൽ കാണാം. ബട്ട് ആ ഒരു എനർജി നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബൈബിളിലൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ മാതാവിനെ ഭയങ്കര ഒരുക്കിക്കൊണ്ട് വന്നൊരു വെച്ചാൽ ദൈവപുത്രന്റെ അമ്മയാകാൻ വേണ്ടി തന്നെ ഒരുക്കി കൊണ്ടുവന്ന ഒരാളായിട്ടാണ്. അതെ, പാപം ഒന്നും ഏൽക്കാതെ ഒരുക്കി കൊണ്ടുവന്ന ഒരാളായിട്ടാണ്. ഞാനൊരു പ്രാവശ്യം ചോസൻ സീരീസിൽ കാണുമ്പം മാതാവ് എലിശാമയെ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട്. അതിനകത്താണ് എനിക്ക് ശരിക്കും ഈ 13 വയസ്സുള്ള ഒരു കൊച്ചായിട്ട് മാതാവിനെ കാണാൻ പറ്റിയത്. അതുവരെ നമ്മൾ കാണുന്ന പള്ളിയിലെ രൂപങ്ങളിലൊക്കെ വല്യമ്മയാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചെറിയ കൊച്ചായിട്ട് മാതാവിനെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇത് ഈ ഒരു പേരന്റിങ്ങിന് ഭയങ്കര പ്രാധാന്യമില്ലേ എന്ന് വെച്ചാൽ മാതാവിന്റെ അപ്പനും അമ്മയും മാതാവിനെ അത്രയ്ക്കും പ്യുവറായിട്ടായിരിക്കുമല്ലോ റേസ് ചെയ്തിട്ടുണ്ട്, വളർത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടാ. എന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരുമ്പം എൻ്റെ ആദ്യത്തെ ഒച്ച റേസ് ആവുന്നത് ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ എൻ്റെ കൊച്ചിനോടായിരിക്കും. കൊച്ചിനെ അത് ട്രോമറ്റൈസ് ചെയ്യുന്നുണ്ടാവാം, ഉണ്ട് ഉറപ്പായിട്ടും. അങ്ങനെ മാതാവ് വളർന്ന പോലൊരു സാഹചര്യം എനിക്കും ഉണ്ടായിട്ടില്ല, ഇനി അടുത്ത ജനറേഷൻ പറ്റുന്നില്ല. പേരന്റിങ്ങിൽ ശരിക്കും നമ്മൾ അപ്പൊ കുറച്ചും കൂടെ എന്താ ഒന്ന് ചെയ്യാൻ പറ്റുന്നത്? പേരന്റിങ്ങിനെ കുറിച്ച് പറയാനുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ അല്ല ഞാൻ. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു പേരന്റിങ്ങിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. മാതാവിന്റെ ഇത് ചോദ്യത്തിന്റെ ആ ഒരു ഫ്ലോയിലുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മാതാവിനെ ഇങ്ങനെ ഒരു കളങ്കമേൽക്കാതെ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ പേരൻസ്, ഈ യോവാക്കിമും അന്നയും കളങ്കമേൽക്കാതെ നല്ല വിശുദ്ധിയിൽ ഫോർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരുക്കി എന്നുള്ളൊരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാലോ. അതായത് ഈവൻ നമ്മൾ പറയുന്നത് ഒറിജിനൽ സിന്നിന്റെ ഒരു കളങ്കം പോലും ഏൽക്കാതെ പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പോൾ അത് ശരിക്കും ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പം 2 രീതിയിൽ കർത്താവിന് നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യുക. ഈ 2 രീതിയിൽ നമുക്ക് വേണേൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഓർന്നു, ദൈവമേ മാതാവിനെ പോലെ തന്നെ നമ്മളെ അങ്ങ് സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ, ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോ അച്ഛനോട് ചോദിക്കാൻ വന്ന ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ടായിരിക്കും നമ്മളെ അങ്ങനെ സൃഷ്ടിക്കാത്തത്? നമ്മളെ ഈ അലമ്പ് സ്ഥലത്ത് കൊണ്ടിടുക. പക്ഷെ ശരിക്കും 2 രീതിയിൽ ഈ രക്ഷ സാധ്യമാണ്. രക്ഷ ബൈബിളിൽ നമ്മൾ കാണുന്നേ. ഒന്ന്, ഈ എക്സാമ്പിൾ പിടികിട്ടുമെന്ന് തോന്നുന്നു. ഞാനൊരു കുഴിയിൽ വീണു, പിന്നെ എൻ്റെ കൂട്ടുകാരൻ എന്നെ പിടിച്ചുയർത്തി എന്നെ രക്ഷിച്ചു, അല്ലേ? ആ കൂട്ടുകാരൻ രക്ഷിച്ചു എന്നതാ പറയാം. ഞാൻ കുഴി വീണു പോയി, പാപമോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വീണുപോയി, എന്നെ അവൻ രക്ഷിച്ചു, എൻ്റെ രക്ഷകനായിട്ട് മാറി. സെയിം തിങ്, ഞാൻ ഈ കുഴിയിലോട്ട് വീഴാൻ പോവാണ്, ഇവൻ അറിയാം ഇതൊരു കുഴിയാണ്. ഞാൻ ആ കുഴിയിലോട്ട് വീഴാതെ അവനെ പൊതിഞ്ഞും പിടിക്കണം, പോലടാ മുമ്പോട്ട്. അതും രക്ഷയാണ്. എന്നെയും ആതിരേനെയൊക്കെ രക്ഷിച്ചത് കുഴിക്കാത്തതാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. മാതാവിനെ കുഴിക്കാത്ത വീഴുന്നതിന് മുമ്പേ രക്ഷിച്ചു. അതെന്തുകൊണ്ടായിരിക്കും അച്ഛാ അങ്ങനെ? അങ്ങനെയല്ല, ഇപ്പൊ നമ്മളെ വേണമെങ്കിൽ കുഴിക്കാത്ത വീഴുന്നതിന് മുന്നേ രക്ഷിക്കായിരുന്നല്ലോ. നമുക്ക് ഈശോയ്ക്ക് ജന്മം കൊടുക്കേണ്ട കാര്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ? അല്ല, അത്രയും വലിയൊരു ഡ്യൂട്ടി നമ്മളെ തന്നിട്ടില്ല. ഇപ്പൊ ഈശോ എന്ന രക്ഷകനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ രക്ഷകനെ കുറിച്ച് ലോകത്തെ അറിയിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി, അത് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും ഹോളി ആയിട്ട് നിൽക്കുമ്പോഴല്ല, ഈ വീണ നമ്മളെ ഈശോ പൊക്കിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലൊരു സുവിശേഷമേ. അത് നമുക്ക് കുറേ കൂടെ ധൈര്യത്തോടെ ചെയ്യാൻ തോന്നും. അപ്പം മാതാവിന് ശരിക്കും ഒന്ന് ഇങ്ങനെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടി എന്നുള്ളതുകൊണ്ട്. 2 പേരൻസിൻ്റെ, സെയിൻസ് ജോവാക്കിം ആൻഡ് ആൻ, ഇവർ 2 പേരും കൊടുത്ത ഫോർമേഷൻ ബൈബിളിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവരെക്കുറിച്ച് കാണുന്നില്ലെങ്കിലും സഭയുടെ ആദ്യകാലത്തെ പഠനങ്ങളോ പിതാക്കന്മാരെ കുറിച്ചോ പിന്നീട് മാതാവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ കിട്ടിയ വിശുദ്ധരിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ഐഡിയ അനുസരിച്ച് ഇവർ നല്ല രീതിയിൽ ഫോർമേഷൻ കൊടുത്തു. ദൈവിക അനുഗ്രഹം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പേരൻസിൻ്റെ റോൾ വളരെ വലുതായിട്ടുണ്ടാകും. ബട്ട് ഇറ്റ് ഈസ് ചലഞ്ചിങ് ടുഡേ. നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എഫേർട്ട് ഒരിക്കലും പുറകോട്ട് പോകാനും പാടില്ല. ഇപ്പം പറഞ്ഞ പോലെ കൊച്ചിനോട് ദേഷ്യപ്പെട്ടു, അത് വീട്ടിലേറ്റവും വൾണറബിളായിട്ട് നിൽക്കുന്ന ഒരാളെ ചിലപ്പോൾ അപ്പനോടോ അമ്മയോടോ കെട്ടിയവനോടോ ചൂടാവേണ്ടത് അങ്ങോട്ട് ചൂടായ തിരിച്ച് ചൂടാവും. കൊച്ചിനോടാകുമ്പോൾ കൊച്ചു ചിലപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷെ അതാ പറഞ്ഞതിൻ്റെ വലിയ സീരിയസ് ആയ ഒരു ഒരു പോയിന്റ് അവിടെ ഈ കുഞ്ഞനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, നമുക്കത് പിടികിട്ടത്തില്ല. ഇപ്പം കുറേ കഴിയുമ്പോൾ ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങും. പൊട്ടിത്തെറിച്ചുകൊണ്ടൊന്നുമല്ല, ചിലപ്പോൾ ടോട്ടലി സൈലൻ്റ് ആയി പോയി കുഞ്ഞ്. കാരണം എന്നെ ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരാൾ
ചിലപ്പോൾ നമ്മുടെ ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിലായിരിക്കാം, വേറെ ഒരാളുടെ ദേഷ്യത്തിലായിരിക്കാം. അതൊക്കെ അവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ പേരൻറ്റിങ്ങിൽ നമുക്ക് ആ ജോവാക്കിം അന്ന പോലെയുള്ള കൺസെപ്റ്റുകളൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വലിയ ചലഞ്ചാണ്. അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക, വഴക്ക് പറയരുതെന്നല്ല, തിരുത്തരുതെന്നല്ല, അതൊക്കെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തിരുത്തി കൊടുത്താൽ ഒരു പരിധി വരെ നമ്മുടെ കൈ നിൽക്കും. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു സുന്ദരമായ പുസ്തകമാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. ഞാൻ ഈ വർഷം വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെന്നാണ്. ബാബു എബ്രഹാം എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഈ ബാബു എബ്രഹാം എന്ന് പറഞ്ഞ ആൾ, ഈ കമ്പിളികണ്ടം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു സ്ഥലമാണ്. ഇടുക്കിക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അദ്ദേഹം പറയണ അവർ 4-5 മക്കൾ, ഭയങ്കര ദാരിദ്ര്യം, എക്സ്ട്രീം ദാരിദ്ര്യം. നമ്മൾ വായിക്കുമ്പം ഈ കടലാസ് നനയും, അത്രയ്ക്ക് കരച്ചിൽ വരും. ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് വായിക്കണം എന്നാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കമ്പിളികണ്ടത്തെ കൽഭരണികൾ ടൈറ്റിൽ ഇങ്ങനെയാണ്. അത് ആ ടൈറ്റിലിൻ്റെ അർത്ഥം ഇതാണ്. ആ കമ്പിളികണ്ടത്തെ 5-6 കൽഭരണികളായിരുന്നു ഞങ്ങൾ. അമ്മ ഒരാളുണ്ടായിരുന്നു, ആ അമ്മയുടെ പേര് മേരി എന്നാണ്. ഈ മേരി ഈ 4-5 കൽഭരണികളെ വീഞ്ഞ് നിറച്ചു എന്നാണ്. വീഞ്ഞ് നിറയ്ക്കാൻ ഇവൾ സഹായമായിട്ട് നിന്നു എന്ന്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചിന്തിച്ച ആളാണ് ഈ ബാബു എബ്രഹാം എന്ന് പറഞ്ഞ ഈ ചേട്ടൻ. അവരുടെ കുടുംബം മുഴുവൻ ഭയങ്കര സ്ട്രഗിൾ, അനാഥാലയത്തിൽ കഴിയുന്ന ഒരവസ്ഥ, ഒളിച്ചോടുന്നു ഇയാൾ, കൊടിയ ദാരിദ്ര്യം, അപ്പനില്ല, അപ്പൻ ഇറങ്ങിപ്പോന്നു, അപ്പൻ കുടി, തിരിച്ചു വന്നിട്ട് ഈ ഭാര്യനെ ഉപദ്രവിക്കുന്നു, മക്കൾ ഇതെല്ലാം കണ്ട് ടോട്ടലി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വേദനകളുടെ ഒരു വലിയ ഫോർമാറ്റാണ്. അതെല്ലാം കൂടി ഒരു കടലാസ് കഷ്ണങ്ങളിൽ ഒതുക്കി വെച്ചിരിക്കാൻ തോന്നും. ബട്ട് ഹി റൈസസ് അപ്പ്. ഒരു മൊമെൻ്റ് വരുന്നു, പ്രാർത്ഥനയുണ്ട്, ധ്യാനങ്ങളുണ്ട്. ഈ ബാബു എബ്രഹാം എന്ന് പറഞ്ഞ ഈ ചേട്ടനെ ഞങ്ങൾ പേഴ്സണലി ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം അദ്ദേഹം കയറി വന്ന ലൈഫ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്രാൻസിൽ അദ്ദേഹം ഒരു പ്രൊഫസറാണ്. കമ്പിളികണ്ടത്തെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഫ്രാൻസിലെ ഒരു അധ്യാപകൻ, ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് അദ്ദേഹം മാറിയെങ്കിൽ അതിന് അദ്ദേഹം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് ഈ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഭക്തിയുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ട്. അതിനേക്കാൾ മുകളിൽ അദ്ദേഹം വെക്കുന്ന ഒരു കാര്യം അമ്മയുടെ ആ വിൽ പവർ. എൻ്റെ കൂടെ ആ ദൈവമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ കൽഭരണി നിറയ്ക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ബോധം ഉണ്ടായിരുന്ന ഒരു അമ്മ. വേണമെങ്കിൽ ഇട്ടേച്ചു പോയിരുന്നു അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 5 കൽഭരണികളും തകർന്നുടഞ്ഞു പോയനെ. അമ്മ അവിടെ നിന്നു, ഈ മേരി അവിടെ നിന്നു. ആ മേരി കാരണം ഈ ബാബു എബ്രഹാം എന്ന് പറഞ്ഞൊരു ആള് നാളെ ഒരുപാട് ആൾക്കാരെ കണ്ണീരണിയിക്കാനല്ല, ആനന്ദം കൊണ്ട് കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് അയാളെ വളർത്തി. അത് വായിച്ച ഒരു അച്ഛൻ, ആ അച്ഛൻ്റെ അമ്മയ്ക്ക് ഈ പുസ്തകം കൊടുക്കുന്നു. അമ്മ അത് വായിച്ചു തീർത്തിട്ട് കരഞ്ഞോണ്ട് വിളിക്കുന്നു, മോനെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് എൻ്റെ അമ്മ എന്നോട് പറയുന്നു. ഇതിനെല്ലാം ബാക്കി കിടക്കുന്ന ഒരു കാര്യം, ആ അമ്മ അവിടെ ഇല്ലായിരുന്നെങ്കിലേ എന്നാ ചെയ്തേനെ? ഹസ്ബൻഡില്ല, ഒരമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു അമ്മയായിട്ട് ഇപ്പം ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി അല്ലെങ്കിൽ നെസസറി അല്ല അങ്ങനെ ഒരു അമ്മയെ കിട്ടണമെന്ന്. എല്ലാ വീടുകളിലും അതുണ്ടാവില്ല, അപ്പന്മാരങ്ങനെ ഉണ്ടാവില്ല. അവിടെയാണ് നമുക്ക് മാതാവിന് ഒരു വലിയ സ്പേസ് കൊടുക്കേണ്ടത്. ഈശോയെ നോക്കിയതുപോലെ എന്നെ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞേക്ക്. ഈ വ്യാകുലങ്ങളൊക്കെ സഹിച്ചപ്പോൾ പിടിച്ചിരുന്ന മനസ്സിൻ്റെ ഒരു കൃപയുടെ ഒരു ഷെയർ ഓഫ് ഗ്രേസ് എനിക്കും കൂടെ തന്നേക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഒരു നമ്മൾ ജോമാലയൊക്കെ ചെല്ലുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഈശോയോട് പ്രാർത്ഥിക്കണേന്ന് തന്നെയാണ് പറയണേ. എപ്പം? ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. ഞാനിങ്ങനെ ശ്വാസം പെടഞ്ഞു കിടക്കുമ്പോൾ മാത്രമല്ല, എനിക്കിപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റിൽ, എൻ്റെ നെഞ്ചിൻ്റെ താളം മാറുന്ന ദിവസങ്ങളിൽ, എൻ്റെ ഹൃദയം നിന്നു പോകുന്ന ഈ സമയം, മരണം എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാമല്ലേ. നമ്മൾ പറയില്ലേ, ദൈവമേ ഞാൻ ചങ്കുപൊട്ടി ചത്തുപോകും ഇങ്ങനത്തെ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിച്ചേക്കണേ എന്നാണ് മാതാവിനോട് പറയണേ. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. So be grateful to all mothers അല്ലേ? എൻ്റെ അമ്മയ്ക്കും ആതിരയുടെ അമ്മയ്ക്കും കേട്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കുമുള്ള അമ്മമാരങ്ങനെ ആവട്ടെ. യെസ്. അപ്പോൾ അച്ഛാ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള കൺക്ലൂഡ് ചെയ്യാം, ടൈമായി. എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മാതാവിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഫീല് കൂടുതലുള്ള പോലെ. 10-15 മണിക്കൂറൊക്കെ സംസാരിക്കണം. അതെ അതെ അതെ. എത്ര നേരം വേണേ, ഒത്തിരി കാര്യങ്ങളുണ്ട് ചോദിക്കാനും പറയാനൊക്കെ. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ നൈസ്. ഒത്തിരി സന്തോഷം നിറഞ്ഞ, ഇച്ചിരി അമ്മയുടെ സ്നേഹമൊക്കെ എവിടെയോ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുള്ള എപ്പിസോഡായിരുന്നു. സോ താങ്ക് യു സോ മച്ച് അച്ഛൻ. ഈശോയുടെ അമ്മ നമ്മുടെ എല്ലാ അമ്മയാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകും. അതെ അതെ. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അച്ഛാ? സോ ഓൺ ദാറ്റ് നോട്ട് വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.